സോ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്നും ക്വിറ്റ് ചെയ്തു പോയ നെവിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തിരികെ കയറിയിട്ടുണ്ട്. നെവിൻ ബിഗ് ബോസ് ഹൗസിന് വെളിയിൽ ഇറങ്ങിപ്പോയ ഉടനെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു തിരികെ കയറ്റാനുള്ള സകല സാധ്യതകളുമുണ്ട്. കാരണം ഈ ഒരു ഇഷ്യൂ ഒരു ഫിസിക്കൽ അസാൾട്ടിന്റെ പേരിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളാലോ അല്ലെങ്കിൽ മെന്റലി ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടോ ഇറങ്ങിപ്പോയതൊന്നും അല്ല. അത് മറ്റൊരാളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനെതിരെ പ്രോപ്പറായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാത്തതുമായി ബന്ധപ്പെട്ടും ചില ഒക്കെ നടന്നതുകൊണ്ടുമാണ് നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ക്വിറ്റ് ചെയ്ത് ഇറങ്ങിപ്പോയത്. സോ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഒരു കൗൺസിലിംഗും കാര്യങ്ങളും ഒക്കെ നെവിൻ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് സീസൺ 3-ലാണെന്നുണ്ടെങ്കിൽ പോലും മണിക്കൂട്ടനൊക്കെ നടന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുപോലും അങ്ങനെ പോലും ഉണ്ടായ ഒരു കേസ് അല്ല ഇത്. അപ്പൊ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഒരു ആക്ഷൻ എടുക്കാത്തതിന്റെ പേരിൽ മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. സോ അത് ബിഗ് ബോസിനും കൂടെ ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടും ഒരു പരിധി വരെ ആ ഒരു പുറത്തേക്ക് വന്ന കണ്ടസ്റ്റന്റിനെ കൗൺസിലിങ്ങിനൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അത് മാക്സിമം വേണ്ട രീതിയിൽ ആ ഒരു കണ്ടസ്റ്റന്റുമായി സംസാരിച്ച് അവരെ ഉള്ളിലേക്ക് കയറ്റിവിടാൻ തന്നെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഒരു ശ്രമം ഉണ്ടാകത്തുള്ളൂ. എന്താണെങ്കിലും നെവിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിട്ടുണ്ട്. നാളെ ലൈവിൽ കാണാൻ സാധിക്കും. ഇനി നെവിൻ വന്ന് കഴിഞ്ഞതിന് ശേഷം എന്താണ്, എങ്ങനെയായിരിക്കും ഗെയിം സ്ട്രാറ്റജി, നെവിൻ പുറത്തു പോകുന്ന നേരത്ത് പ്രൊവോക്ക് ചെയ്ത ആദില, നോറ അവർക്കെതിരെ ഒരു ഗെയിം കാണാൻ സാധിക്കുമോ, അതുപോലെ തന്നെ അനുമോൾക്കെതിരെ ഒരു ഗെയിം കാണാൻ സാധിക്കുമോ, എന്താണെന്നുണ്ടെങ്കിലും പുറത്തേക്ക് പോകാനുള്ള ധൈര്യം കാണിച്ച നെവിനിൽ നിന്ന് ഇനി ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട. കാരണം ബിഗ് ബോസ് പോലെ ഒരു ഷോയിൽ വന്നിട്ട് അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അതിനകത്ത് എന്താണ് നെവിൻ പേടിക്കേണ്ടത്? ഒരു ഫിസിക്കൽ അസാൾട്ട് വരെ ബിഗ് ബോസ് പുറത്താക്കുക, ആ ഒരു സ്റ്റേജിലേക്ക് പോകാതെ ബാക്കി എന്തിനേയും നേരിടാനുള്ള ധൈര്യം ഓൾറെഡി നെവിൻ സമ്പാദിച്ചു കഴിഞ്ഞിരിക്കുന്നു. നെവിനെ ഒരു കണ്ടസ്റ്റന്റ് അവിടെ വേണം. കാരണം അതുപോലെ ഒരു എന്റർടൈനർ ആണ് നെവിൻ. ഒരു മികച്ച മാസ് പെർഫോമറോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസ് സ്ട്രാറ്റജിക്കൽ ആയിട്ട് ചിന്തിച്ച് സംസാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗെയിമറോ എന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. ഒരു എന്റർടൈനർ അത്രമാത്രം, അതിൽ കൂടുതലൊന്നുമില്ല. എന്നാൽ പോലും ടാസ്കിലൊക്കെ നല്ല മികച്ച രീതിയിൽ നിൽക്കാനും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുന്ന ഒരു ഫൺ മോഡിൽ പോകുന്നുണ്ടെങ്കിൽ പോലും ആള് നല്ല ബുദ്ധിമാനാണ്, നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാനൊക്കെ കഴിവുള്ള ഒരാൾ കൂടിയാണ്. പിന്നെ ആളുടെ ഒരു നേച്ചർ അങ്ങനെ ആയിപ്പോയി, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്നുണ്ടെങ്കിൽ നെയിം വന്നു കഴിയുമ്പോൾ ഗെയിം എങ്ങനെ മാറുമെന്നൊക്കെ നമുക്ക് നോക്കിയിരുന്ന് കാണാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.